എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഒരു കാര്യം പറയട്ടെ. അതായത് എല്ലാ ആഴ്ചയിലും നമ്മൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് ബാഗിന്റെ വീഡിയോ ഇടാറ്. അപ്പൊ ഈ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് കട മുടക്കാണ് കേട്ടോ. അപ്പൊ അന്ന് വീഡിയോ ഉണ്ടാവില്ല. അപ്പൊ അന്നത്തെ ബാഗിന്റെ വീഡിയോ, വെള്ളിയാഴ്ച ഇടുന്ന ബാഗിന്റെ വീഡിയോ വ്യാഴാഴ്ചയായിരിക്കും ഇടാം. അപ്പൊ ഈ ആഴ്ചയില് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും അങ്ങനെ 2 ദിവസമായിരിക്കും ബാഗിന്റെ വീഡിയോസ് ഉണ്ടാവുക. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആസ് യൂഷ്വൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഫാൻസി ഐറ്റംസ് ആണ് കുറച്ച് കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ള കമ്മലുകളും കുറച്ച് വളകളും മാലയും അങ്ങനെയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. വരുന്ന മാല എന്ന് പറയുന്നത് ഇതുപോലെ പേളിന്റെ മുത്തുമാലയാണ്. അപ്പൊ ഒറിജിനൽ പേളാണോ എന്ന് ചോദിക്കും. ഒറിജിനൽ പേളല്ല. ഈ മാലയ്ക്ക് ഒരു തീരെ സ്മോൾ അല്ല, എന്നാൽ ഒരുപാട് വലിപ്പമില്ലാത്ത ചെറിയ ചെറിയ ബീഡ്സ് എന്ന് തന്നെ പറയാം. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 130. അപ്പം ഇതിപ്പോ എത്ര നീളം ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ഒരെണ്ണം ഇട്ട് കാണിക്കാം. കണ്ടോ, ഇതാ ഇത്രയ്ക്ക് നീളത്തിലാണ് ഇത് കിടക്കുക. അപ്പൊ ഇതിന്റെ ഈ ടൈപ്പ് മാലയുടെ റേറ്റ് വന്നിരിക്കുന്നത് 130. ഇനി പേളില് തന്നെ അടുത്തത് ഇതിനേക്കാൾ, ഇപ്പൊ ഞാൻ ഇത് രണ്ടും കൂടി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സൈസ് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ മണികളുടെ. ഇത് അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള മണികളാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. ഇത് കഴുത്തിലിടുമ്പോ ഇതാ നേരത്തെ കാണിച്ച മാലയേക്കാൾ കുറച്ചുകൂടി ഇറക്കം ഈ മാലയ്ക്കുണ്ട്. കണ്ടോ? അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380, 380. മാല അതാ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവണില്ല അതിന്റെ ആ തിളക്കം. ഇത് മുമ്പേ തുടങ്ങിയുള്ള ഒരു മാലയാണ്. നല്ല തിളക്കമുള്ള ക്രിസ്റ്റലിന്റെ സ്റ്റോണുകളാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് വെയിറ്റ്ലെസ് ആണ്. ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഈ ഒരു ഇഴ പിടിക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതാണെങ്കിലും പിടിക്കുമ്പോ ഇതിന് വെയിറ്റ് വളരെ കുറവാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 340. ഇപ്പം ഇതില് ഈ വരുന്ന കളർ എന്ന് പറയുന്നത് ഒരു പീച്ച് ഷെയ്ഡാണ്. പിന്നത്തത് വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ അല്ല, ബ്ലാക്ക് അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നത്തത് ഒരു ഡാർക്ക് മെറൂൺ കളറാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിപ്പോ കഴുത്തിലിട്ട് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഇങ്ങനെ നമ്മളുടെ കഴുത്തിന് റൗണ്ട് ചെയ്ത് കിടക്കുന്ന ഒരു മാലയാണ്. ഇത് ഒരുപാട് ഇറക്കില്ല. അപ്പൊ ഈ മാലകൾ ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് സ്വർണത്തിന് പകരം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഇടുന്ന മാലയാണ്. ഓരോ സാരിക്കും മാച്ചൊക്കെ ആയിട്ടുള്ള നിറങ്ങള് ഇങ്ങനത്തെ മാലകൾ ഇട്ട നല്ലൊരു ഗ്ലിറ്ററിങ് ആണ് ഈ മാലയ്ക്ക് വരുന്നത്. അതുപോലെ തന്നെ കോളേജിലെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാലയാണ്. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 340. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് ഇതാ ഈ പഞ്ചാരമുത്ത് പോലെ കുഞ്ഞു കുഞ്ഞു ക്രീം കളറിലുള്ള പഞ്ചാരമുത്തിന്റെ മാലയാണ്. അതാ ഇതിൽ ഒരെണ്ണത്തില് 6 ഇഴയാണ് ഒരു സൈഡിൽ വരുന്നത്. പക്ഷെ നമ്മൾ ഇടുമ്പോ ഇതിങ്ങനെ 6 എണ്ണം ഇങ്ങനെ പരന്നല്ല കിടക്കുക. ഇതിങ്ങനെ ഇങ്ങനെ എന്താ കേള് ചെയ്താണ് ഇത് കിടക്കുക. അപ്പൊ ഇത് ഇത്രയ്ക്ക് നീട്ടുണ്ട് ഈ മാല. ബ്ലൗസിന്റെ കഴുത്തിന്റെ അവിടെ വരെയൊക്കെ അല്ലെങ്കിൽ അതിനേലും കുറച്ചും കൂടി ഇറങ്ങി കിടക്കുന്ന ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 80 രൂപ. ഒരെണ്ണത്തിന്റെ റേറ്റ് 80 രൂപ. ഇനി അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്ന നല്ലൊരു പിങ്ക്, എന്താ ചാമ്പക്കയുടെ ഒക്കെ ഒരു കളർ, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൽ അതെ ഒരെണ്ണം ഇത്രയാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 80 രൂപ. ഇത് ഞാൻ ഇതിൽ ഇട്ട് കാണിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏകദേശം അത് എത്ര വരെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും എന്നുള്ളത്. കണ്ട, ബ്ലൗസിന്റെ നെക്ക് വരെ നമുക്ക് ഇതിന് ലെങ്ത് കിട്ടും. നല്ല ഭംഗിയാണ്. ഒട്ടും വെയിറ്റ് ഒന്നും ഇല്ലാത്ത നല്ല വില കുറഞ്ഞ ബജറ്റ് റേഞ്ചിൽ വരുന്ന നല്ലൊരു മാല. ഇത് കല്ലിന്റെ മാലയാണ് കേട്ടോ. നിലത്ത് വീണാൽ ഇപ്പൊ ഇത്രയും പൊക്കത്തുനിന്ന് താഴത്തേക്ക് അങ്ങോട്ട് വീണാൽ അത് പൊട്ടിപ്പോകും ഈ കല്ല്. ഇത് കല്ലിന്റെ മാലയാണ്. ഇത് ഞാൻ അധികം പീസ് എടുത്തിട്ടില്ല. നല്ല ട്രെൻഡിൽ പോകുന്ന മാലയാണ്. ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കാരണം എങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ് എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ഈ 2 പീസാണ് ഇതിന് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരെണ്ണം വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറും, രണ്ടാമത്തത് വരുന്നത് ഒരു പൗഡർ ബ്ലൂ അല്ല, വയലറ്റ് അല്ല, അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഷെയ്ഡ്. ഇതും നമുക്ക് ഇപ്പോ നല്ല ട്രെൻഡിൽ പോകുന്നൊരു ഐറ്റം ആണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോ ആളുകള് കളർ മാച്ചിന് സാരിയുടെ കളർ ഏതാണോ അതിന്റെ മാച്ച് ഒത്ത് ഇട്ടുകൊണ്ട് പോകുന്നതാണ്.
ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550 ഇത് നമുക്ക് ബ്ലൗസിന്റെ കഴുത്തിനേക്കാൾ ഇറക്കത്തിൽ നിൽക്കും. കണ്ടോ, ഇത്രയ്ക്ക് ഇറങ്ങിക്കെടുക്കും. ഇതാ നോക്ക്, ബ്ലൗസിന്റെ നെക്കിന്റെ താഴെ ഇറങ്ങിക്കെടുക്കുന്ന അത്രയ്ക്കും ലെങ്ത് ഉള്ള മാലയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550. നെക്സ്റ്റ് മാല കണ്ടോ, ഇത് ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഷെയ്ഡാണ്. ഈ ജെംസ് മിഠായിയുടെ പോലെ ഇരിക്കും ഓരോ റൗണ്ട് വന്നിരിക്കുന്നത്. ഇത് കല്ലാണ് കേട്ടോ. ഇതും നിലത്ത് വീണ പൊട്ടിപ്പോകുന്ന മാലയാണ്. ഇത് കല്ലിന്റെ മാലയാണ്. ഇത് നമ്മളുടെ കഴുത്തിന് ചുറ്റും കിടക്കുന്ന ഒരു മാലയാണ്. അതല്ലാതെ ബ്ലൗസിന്റെ അവിടെ വരെ ഇറക്കത്തിൽ ഉണ്ടാവില്ല. കഴുത്തിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്ന ഒരു മാലയാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൽ ആ ഗ്ലിറ്ററിങ് മനസ്സിലാവുന്നില്ലേ? നല്ലൊരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650, 650. മാല നോക്കൂ, ഇതും ഈ പഞ്ചാരമുത്തിന്റെ ഒക്കെ പോലത്തെ ക്രിസ്റ്റൽ ആണത്. നല്ല നല്ല തിളക്കാണ്. കണ്ടോ, നേരത്തെ ഒരു ടൈപ്പ് കാണിച്ചില്ലേ, അതിന്റെ ഒക്കെ ചെറുതാണിത്. ഇതില് ഒരു 6-7 ഇതില് ഒരു ഭാഗത്ത് വരുന്നത്. ഇതാ 6-7 ഇതില് ഒരു വശത്ത് വരുന്നത്. അല്ല, 6 ഇല്ല കേട്ടോ, 5-7 ഉള്ളൂ. നോക്കട്ടെ കേട്ടോ, ഒരു സെക്കൻഡ് നോക്കട്ടെ. അല്ല, 6-7 തന്നെയുണ്ട്. 6-7 ഒരു വശത്ത് ഒരു ഭാഗത്ത് വരുന്നത്. ഇത് ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കും, പരന്ന് കിടക്കുന്നതല്ല. ഇതാ ഇങ്ങനെയല്ലേ വരിക, ഇങ്ങനെ പിടിക്കുമ്പോ ഇതുപോലെ ഉരുണ്ടുരുണ്ട് കിടക്കും. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്, ഇത് നല്ലൊരു കരിമ്പച്ചയാണ്. ഒരു ഷെയ്ഡ് കരിമ്പച്ച, ഒരു ഷെയ്ഡ് കരിനീല ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 210. ഇതും നമുക്ക് ഈ ബ്ലൗസിന്റെ ഒക്കെ നെക്ക് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി താഴെ കിടക്കുമ്പോ ഒരെണ്ണം അതിൽ വെച്ച് കാണിക്കാം, അപ്പൊ അത് മനസ്സിലാവും. കണ്ടാ, ബ്ലൗസിന്റെ നെക്കിന്റെ തൊട്ട് താഴെ വരെ ഇതിന്റെ ലെങ്ത് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ 2 മാല. ഇത് നല്ല തിളക്കമുള്ളൊരു മാലയാണ്. ഇത് നമുക്ക് പുറത്തേക്ക് പോകുമ്പോ ഫംഗ്ഷന് പോകുമ്പോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 210 മാല എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ യൂത്ത് കുട്ടികള് ഉപയോഗിക്കുന്ന ഒരു മാലയാണ്. റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാല. ഇവിടെ ഫ്രണ്ടിൽ മാത്രം കണ്ടോ, ഇതിങ്ങനെ 3 താഴത്തെ ഒരു ലെയറിൽ ഒരു ലൈറ്റ് പിങ്ക്, ബോട്ടിൽ ഗ്രീൻ, വൈറ്റ്, ഇങ്ങനെ 3 കല്ലുകളായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ലെയർ അതിലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് അതിൽ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഈ മാല ഞാൻ ഇതിൽ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ഈ മാല. ഇതും അത് അത്യാവശ്യം ഇറക്കമുള്ളൊരു മാലയാണ്. കഴുത്തിൽ ഇങ്ങനെ ബ്ലൗസിന്റെ നെക്ക് വരെ നിൽക്കും. ഇത് നമുക്കത് ബാക്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പോർഷൻ ബാക്കിലുണ്ട് കേട്ടോ. നമ്മളുടെ പാകത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 120, 120 രൂപ. ഇനി ഇതിൽ തന്നെ വേറെ ഒരു ഡിസൈൻ ആണ്. ഇതിൽ ഇതുപോലെ തന്നെ കല്ലുകൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഷേപ്പിൽ മാത്രം ഒരു വ്യത്യാസമാണ്. ഇതൊരു മഴത്തുള്ളി പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. മറ്റേത് ഒരു റൗണ്ടിലായിരുന്നു, ഇതൊരു മഴത്തുള്ളി പോലെ. അത്ര മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 120 രൂപ. ഇനി ഇതിൽ വന്നിരിക്കുന്നത് വേറൊരു ഷേപ്പ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോലെ, റെക്റ്റാങ്കിൾ അല്ല, താഴ്വശത്ത് ഇച്ചിരി വീതിയും മുകളിലേക്ക് വരുമ്പോ വീതി കുറഞ്ഞു, അങ്ങനെ ഉള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ വന്നിരിക്കുന്നത്. ഇതിലും സ്റ്റോണുകൾ തന്നെയാണ്. അപ്പൊ ഈ മാലകളുടെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 120 രൂപ. അല്ലെങ്കിൽ റോസ് ഗോൾഡിൽ തന്നെ വന്നിരിക്കുന്ന മാല, ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഇങ്ങനെ 3 കട്ട, 3 റൗണ്ടിലുള്ള ഷേപ്പാണ്. എന്നിട്ട് ഇതിങ്ങനെ നീങ്ങി പോകും. കണ്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. ഒരെണ്ണം ഇതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു പെൻഡന്റ് ഇവിടെ ഹാങ് ചെയ്ത് കിടക്കും. ഇതുപോലെയാണ് ഇത്. അത് അത്യാവശ്യം നമ്മളുടെ ബ്ലൗസിന്റെ നെക്ക് വരെ എത്തുന്ന ഒരു മാലയാണ്. റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280. ഇനി ഇപ്പൊ ഇതിൽ കാണിച്ചത് ഒരു ബ്ലൂ അല്ലേ. ഇനിയുള്ള കളറുകൾ ഞാൻ കവറിൽ നിന്ന് എടുക്കുന്നില്ല, ഞാൻ കാണിക്കാം. ഇതാ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്, ഷാമ്പെയിൻ പിങ്ക് എന്നൊക്കെ പറയാം. അടുത്തത് വന്നിരിക്കുന്നത് ഒരു വൈറ്റും ഓഫ് വൈറ്റും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള, ഓഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാ വൈറ്റ് എന്നും പറയാൻ പറ്റില്ല കേട്ടോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 280.
മാല വന്നിരിക്കുന്നതും ഇതുപോലെ തന്നെ യൂത്ത് കുട്ടികളൊക്കെ ഇടുന്ന ഒരു മാലയാണ്. റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന മാല. അതിന്റെ ഈ ചെയിനിന്റെ ഹാങ്ങിങ്ങിൽ മാത്രം പെൻഡന്റ് പോലെ ഇരിക്കുന്നത് ഇതുപോലെ വൈറ്റിന്റെ കല്ലുകളാണ്. നല്ല ഭംഗിയുള്ള കല്ലാണ്. അത് ഒരു പേള് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നു. ഇത് നല്ല സ്റ്റോൺ ആണ്, നല്ല പേളാണ്, നല്ല ഭംഗിയാണ്. ഞാൻ ഇതിൽ വെച്ച് കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് ഈ മാലയുടെ ലുക്ക് വരുന്നത്. ഇത് നമ്മളുടെ കഴുത്തിന് ചുറ്റും കിടക്കുള്ളൂ കേട്ടോ. അതല്ലാതെ ബ്ലൗസിന്റെ അത്ര വരുന്നുണ്ടാവില്ല. ഉണ്ടാവില്ല. കഴുത്തിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്ന മാലയാണ്. നല്ല ഭംഗിയുള്ള മാലയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 290, 290. ഇനി ഇതിൽ തന്നെ വേറെ ഒരു ഡിസൈൻ മാലയുടെ വരുന്നത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതാ ഇത് നോക്ക്. ഇതില് ഒരു സൈഡിലൊക്കെ ഇങ്ങനെ മുത്തല്ല, റോസ് ഗോൾഡിന്റെ തന്നെ ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് താഴെ വരുമ്പോ ഇതുപോലെ സ്റ്റോണും അതുമേന്ന് 2 സ്റ്റോൺ വീണ്ടും ഹാങ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇതൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ഡയമണ്ട് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു പ്രതീതിയാണ്. ഇതിന്റെ റേറ്റും 290. ഇനി ഒരെണ്ണം കൂടി അതിൽ തന്നെ ആ പാറ്റേണിലുണ്ട് ഒരു മാല കൂടി. ഇതാ അതിന്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. ഇതുപോലെ തന്നെ റോസ് ഗോൾഡിലുള്ള ഓരോ മുത്ത് ഇങ്ങനെ സൈഡിൽ വന്നിട്ട് പിന്നെ 2 സ്റ്റോണും മുത്തായിട്ടുള്ളത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണം. അപ്പൊ ഈ മാലയുടെയും റേറ്റ് വന്നിരിക്കുന്നത് 290. നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ചോക്കറാണ്. ഇത് ഇപ്പോ യൂത്ത് കുട്ടികൾക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോ കെട്ടിക്കൊണ്ട് പോവാൻ പറ്റുന്ന തരം ഒരു ചോക്കറാണ്. ഇതിന്റെ കല്ലുകൾ കണ്ടോ. അപ്പൊ ഇതിന്റെ ഈ കല്ലുകൾ നോക്കിയാൽ എന്താ തിളക്കം ഈ കല്ലുകൾക്ക്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഓരോ തീരെ വണ്ണം കുറവുള്ള കഴുത്തുള്ളവര് വാങ്ങിക്കരുത്. കുറച്ചെങ്കിലും വണ്ണുള്ളവരുടെ കഴുത്തിൽ വേണം ഇത് വെക്കാനായിട്ട്. അപ്പോഴാണ് ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുള്ളൂ കേട്ടോ. ഒട്ടും വട്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് റൗണ്ട് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഒരു അല്പമെങ്കിലും വണ്ണമുള്ളവർ മാത്രമേ ഇത് വാങ്ങിക്കാവൂ. അപ്പോ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷാമ്പെയിൻ പിങ്ക്. ഇത് കണ്ടോ, നല്ലൊരു ചന്ദന കളർ, നല്ല ഭംഗിയാണിത്. ഇതിന്റെ തിളക്കമൊക്കെ കണ്ടോ, നല്ല തിളക്കമുള്ള കല്ലുകളാ. പിന്നെ ഇതിലൊരു കളർ വരുന്നത് ഒരു ബ്ലൂ ആണ്. ഇത് കഴുത്തിൽ വെച്ച് എങ്ങനെയാന്ന് ഞാൻ കാണിക്കാം. കണ്ട, ഇപ്പൊ ഞാൻ ഇതിന്റെ വേറൊരു ഷെയ്ഡ്, ഒരു ബ്ലൂ ഷെയ്ഡാണ് കഴുത്തിൽ വെച്ചിരിക്കുന്നത്. കഴുത്തിൽ ഇരിക്കുമ്പോൾ ഇത് ഇതുപോലെ റൗണ്ട് ചെയ്തിരിക്കും. നമ്മളുടെ കഴുത്തിന്റെ വണ്ണത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റഡ് ആവും. പക്ഷെ ഒരുപാട് വണ്ണം കുറവുള്ളവര് ഇത് എടുക്കരുത് കഴുത്തിന് കേട്ടോ. ശരിയെങ്കിലും വണ്ണമുള്ളവരാണ് ഇത് എടുക്കാവൂ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 360, 360. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബാംഗിൾ ആണ് കേട്ടോ. ഇത് റോസ് ഗോൾഡിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ബാംഗിൾ. ഇതിന്റെ ഡിസൈൻ കണ്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ലോക്കാണ്. ഇതാ മുകൾ വശത്ത് വരുന്നത് ഇതുപോലെ കല്ലുകളാ. നല്ല ഭംഗിയുള്ള അമേരിക്കൻ ഡയമണ്ടിന്റെ സ്റ്റോൺ ഇരിക്കുന്നത് പോലെയുള്ള സ്റ്റോൺ ആണ്. നല്ല ഭംഗിയുള്ള സ്റ്റോണുകളാണ്, ഡിസൈൻ ആണ്. ഇവിടെ ഇതുപോലെയാണ് ലോക്ക്. ഇത് 2-6 വരെ സൈസ് ഉള്ളവര് മാത്രമേ വാങ്ങിക്കാവൂ. എന്റെ കൈയൊക്കെ പോലെ വണ്ണുള്ള കൈയുള്ളവര് ഇത് എടുക്കരുത്. 2-6 വരെ സൈസ് ഉള്ളവർക്ക് ഇത് നല്ല സ്യൂട്ട് ആയിട്ടുള്ള ഒരു വളയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വളയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 470. നെക്സ്റ്റ് വള വന്നിരിക്കുന്നത് ഷേപ്പ് ഇങ്ങനെയാണ് കണ്ടോ. മുകളിലുള്ള ഷേപ്പ് ഇതുപോലെയാണ്. ഇതും അതെ, ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഓപ്പൺ ആണ്. ഇത് 2-6 വരെ ഉള്ളവര് തന്നെ ഇതും എടുത്താൽ മതി. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 350. വള വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ. കാണുന്നുണ്ടല്ലോ അല്ലേ ക്ലിയർ ആയിട്ട്. ഇതുപോലെ. ഇതും അതെ, ഫ്രണ്ടിൽ നിന്നാണ് മുകളിൽ നിന്നാണ് ഇത് ലോക്ക്. ഇതൊക്കെ ആകുമ്പോ എളുപ്പമാണ് നമുക്ക്. ഇതുപോലെ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇതൊക്കെ എന്റെ കയ്യിൽ വണ്ണുള്ളവർക്ക് ഇടാട്ടോ. 2.8 ഞാൻ എന്റെ വളയുടെ സൈസ്. ആ 2.8 ഉപയോഗിക്കുന്നവർക്കും ഇത് ഇടാം. കണ്ട, കൈമ വയ്ക്കുമ്പോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 235. ബാംഗിൾ വന്നിരിക്കുന്നത് 3 ബട്ടർഫ്ലൈ ആണത്. മുകളില് ഒരു വലിയ ബട്ടർഫ്ലൈ, അതിനേലും ചെറുത്, അങ്ങനെ 3 ബട്ടർഫ്ലൈ ആണ്. ഇതും അതെ, ഇതിങ്ങനെ മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്യലാണ്. ഇത് ഞാൻ ഈ പറയുന്ന പോലെ 2-6 ഉള്ളവർ ഇട്ടാൽ മതി കേട്ടോ, എടുത്താൽ മതി. കണ്ട, എന്റെ കൈമ ഇടുമ്പോ അത് ഇച്ചിരി ടൈറ്റ് ആണ്. അപ്പൊ 2.8 ഉള്ളവർ ഇത് എടുക്കരുത്. 2-6 സൈസ് വരെ ഉള്ളവര് ഇത് എടുത്താൽ മതി. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 235. വള വന്നിരിക്കുന്നതൊക്കെ അതിന്റെ ഡിസൈൻ ഒരു ഹാർട്ട് ഷേപ്പ് ആണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള വളയാണ്. ഇത് 2.8 ഉള്ളവർക്ക് എടുക്കാട്ടോ. അതിപ്പോ എന്റെ കൈമ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കറക്റ്റ് ആയിട്ടിരിക്കും. 2.8 വരെ സൈസ് ഉള്ളവർക്ക് ഈ വള എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേ
ഓരോ പ്രാവശ്യം ഇങ്ങനെ വേറെ വേറെ വളകൾ മാറ്റി മാറ്റി വെച്ച് പോവാം. എന്നാ പെട്ടെന്ന് കണ്ടാലേ ആരും പറയില്ല ഇത് ഗോൾഡ് അല്ല മേടിക്കുന്നത്, സ്വർണ്ണ അല്ലാതെ ആരും പറയില്ല. അതുപോലെ ഫിനിഷിംഗ് ഉള്ള സാധനമാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 235. നെക്സ്റ്റ് വള വന്നിരിക്കുന്നത് കണ്ടോ, ഇതുപോലെ ഒരു ഹാർട്ട് തന്നെ, ഹാർട്ടിന്റെ ഷേപ്പിൽ വൈറ്റ് വൈറ്റ് സ്റ്റോൺ ആണ്, ഇപ്പുറത്ത് 2 ചെറിയ സ്റ്റോൺ. ഇത് അത് മുകളിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ്. ഇതാ, ഇതും 2 എട്ടുള്ളവർക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 130 രൂപ. കുറച്ച് കമ്മലുകളാണ് കേട്ടോ, ഹാങ്ങിങ്ങിൽ വന്നിരിക്കുന്ന കമ്മലുകളാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റഡ് കാണാം. ഇതെന്ന് പറയുന്നത് ഇന്നത്തെ കമ്മലുകളെല്ലാം ഒരുവിധം പ്രീമിയം കളക്ഷനുകളാണ്. നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന ഒരു ഹാങ്ങിങ് ആണ്. നിങ്ങൾ നോക്ക്, കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഇതാ, ഇതുപോലെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇത് കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതിന് ഭയങ്കര കനാണ്. അല്ല, ഇതിന് കനമേ ഇല്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലാണ്. ഇതിന്റെ മുകളിൽ ഇതാ ഒരു ചെറിയ ചെറിയ സ്റ്റോണുകളാണ് ഇത്രയും വരെ, പിന്നെ റോസ് ഗോൾഡിന്റെ, പിന്നെ അതിനുശേഷം ഇതുപോലെ ഒരു നല്ല ഭംഗി നല്ല തിളക്കൊക്കെയുള്ള കമ്മലാണ്. എന്താ, ഹാങ്ങിങ് കമ്മലുകൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കമ്മലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 250. ഇത് അതേപോലെ തന്നെ ഈ സൂചി നൂലെന്ന് പറഞ്ഞിട്ടുള്ള കമ്മലുകളില്ലേ, അതിൽ തന്നെ വന്നിരിക്കുന്ന ആ പാറ്റേണിൽ വന്നിരിക്കുന്ന വേറൊരു കമ്മലാണ് ഇത്. ഇത് സാധാരണ പക്ഷെ സൂചി നൂലിന്റെ കമ്മൽ ഇങ്ങനെ അങ്ങോട്ട് കൊളുത്തി ബാക്കിൽ കൂടി ഇടാണ്. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് മുകളില് ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ, എന്നിട്ട് ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണം. ഇതിന്റെ ബാക്കിൽ സാധാരണ കമ്മലുകളുടെ പോലെ കൊളുത്തി വലിച്ചിടേണ്ട കാര്യമില്ല, സാധാരണ പോലെയുള്ള അടപ്പാണ്. അപ്പോ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 250. നെക്സ്റ്റ് കമ്മല് ഹാങ്ങിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കമ്മലാണ്. ഇതാ നോക്ക്, ഇത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ, ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന കമ്മലാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്മലാണ്. ഇതിന് രണ്ടും ഷേപ്പ് ഒക്കെ സെയിം ആണ്, പക്ഷെ ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസം. ഇതിൽ സ്റ്റോൺ ഉണ്ട്, ഇതിൽ സ്റ്റോൺ ഇല്ല. അത് മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ഇത് നല്ല ഭംഗിയുള്ള നമുക്ക് പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോവാൻ പറ്റുന്ന, ഇത് ഒട്ടും വെയിറ്റ് ഇല്ലാട്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കമ്മലുകളാണ്. ഇതൊക്കെ ഓക്സിഡൈസ്ഡ് മെറ്റീരിയൽ ആണെന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി അല്ല, പക്ഷെ ഇതിന്റെ ഒന്നും കളറുകൾ പോവില്ല. അത് വിചാരിച്ചിട്ട് വെള്ളവും സോപ്പും ഒക്കെ ആക്കിയിട്ട് കളർ പോയിന്ന് പറഞ്ഞാൽ കാര്യമില്ല. നമ്മൾ സൂക്ഷിക്കുന്നത് പോലെയാണ് ഇങ്ങനെയുള്ള ഓർണമെന്റ്സിന്റെ എല്ലാം കാലാവധി. ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇട്ടുകൊണ്ട് പോയി വിയർപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തിയായിട്ട് എടുത്തു വെക്കാൻ നമുക്ക് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന കമ്മലുകളാണ്, കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 രൂപ, 300. അടുത്ത കമ്മല് നോക്കൂ, ഇതാ ഇതുപോലെ ക്രിസ്റ്റലാണ്. ഇത് നിലത്ത് വീണാൽ പൊട്ടിപ്പോവും. ഇത് നല്ല ഭംഗിയുള്ള കമ്മലാണ്, നല്ല ക്വാളിറ്റി ഉള്ളത്, നല്ല ക്രിസ്റ്റല്. നോക്ക് എന്തൊരു തിളക്കാണ് ഈ കമ്മലുകൾക്കെന്ന്. ഇത് ഇത്രയ്ക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കമ്മലാണ്. മുകളില് ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ആണ് ഇതിന്റെ മാക്സിമം വലിപ്പം എന്ന് പറയുന്നത്. പിന്നെ അതിനേലും ചെറുത്, അതിനേലും ചെറുത്, അതിനേലും ചെറുത്, അങ്ങനെ ചെറുതായിട്ട് താഴേക്ക് ചെറിയ സ്റ്റോണുകളായിട്ട് പോകുന്നതാണ്. നല്ല ഭംഗിയുള്ള കമ്മലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 600 രൂപ, 600 റുപ്പീസ്. അടുത്തത് ഇത് ബ്ലാക്ക് ഗൺമെറ്റൽ ആണ്. സാധാരണ ബ്ലാക്ക് മെറ്റൽ അല്ല, ബ്ലാക്ക് ഗൺമെറ്റൽ ആണിത്. 2 കമ്മലാണ്, 2 ഷേപ്പുമാണ്. ഇത് ഒരു റൗണ്ട് ഷേപ്പ്, ഇതാവുമ്പോ ഒരു റെക്ടാങ്കിൾ ഷേപ്പ്. കണ്ടോ, രണ്ടിന്റെ സ്റ്റഡ് സെയിം ആണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഹാങ്ങിങ് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. ഇപ്പോ നല്ലൊരു ട്രെൻഡിൽ പോകുന്ന ഈ എന്താ ഗൺമെറ്റൽ എന്ന് പറയുമ്പോ അതിന്റെ ആ ഒരു തിളക്കം കണ്ട, കല്ലുകൾക്കുള്ള തിളക്കം, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയലാണ്, കല്ലുകളാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 രൂപ. നെക്സ്റ്റ് കമ്മൽ എന്ന് പറയുന്നത് ഇതാ, ഒരെണ്ണത്തിൽ 3 ജോഡി ഉണ്ട്. 3 ജോഡിയുള്ള കമ്മലാണ്. ഇത് ഒറ്റയ്ക്ക് ഇതിന്ന് കൊടുക്കില്ല കേട്ടാ. ഇത് മൊത്തമായിട്ട് വേണം എടുക്കാൻ. കാരണം ഇതിന്ന് ഒരു പീസ് പോയോ ചിലവര് പറയും അല്ല മൊത്തം പീസ് വേണമെന്ന് പറയും. എന്നാൽ ചിലവര് പറയും ഒരു പീസ് മാത്രം മതി. അപ്പൊ അങ്ങനെ കൊടുക്കില്ല. ഇത് മൊത്തമായിട്ട് എടുക്കണം. മൊത്തമായിട്ട് എടുക്കുമ്പോൾ 3 സെറ്റാണ് ഇതിൽ വരുന്നത്. ഇപ്പൊ സെക്കൻഡ് സ്റ്റേഡ് ഒക്കെ ഉള്ളവർക്ക് ഇത് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഏറ്റവും താഴെ കുത്തിയിരിക്കുന്നിടത്ത് ഇതിടാം, പിന്നെ അതിന്റെ മുകളിൽ ഇത്, അതിന്റെ മുകളിൽ, അങ്ങനെയാണ് ഈ കമ്മലുകൾ വന്നിരിക്കുന്നത്. ഇതിൽ 3 സെറ്റിന്റെയും വില വരുന്നത്, ഓരോ സെറ്റിന്റെ വില വരുന്നത് 210. ഇത് 210, ഇത് 210, ഇതും 210. നെക്സ്റ്റ് കമ്മലുകൾ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെയാണ്. നേരത്തെ കാണിച്ച പോലത്തെ പാറ്റേൺ തന്നെ, പക്ഷെ ഇതില്
മൂന്നെണ്ണം 3 പാറ്റേൺ ആണ്. ഇതും അതേ ഒറ്റയ്ക്ക് കൊടുക്കില്ല, ഇതിങ്ങനെ ഒരു പാക്കായിട്ട് തന്നെയാണ് കൊടുക്കുള്ളൂ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 110. നെക്സ്റ്റ് കാണിക്കുന്നത് കുറച്ച് പ്രീമിയം കമ്മലുകളാണ് കേട്ടോ. ഇത് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കമ്മലാണ്. ഇതിലത്തെ ഈ കല്ലുകളൊക്കെ കണ്ടോ, എന്താ ഭംഗി ഇത് കാണാനായിട്ട്. ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്മലാണ്. ഇത് മുകളിൽ ഒരു സ്റ്റോൺ, പിന്നെ ഇങ്ങനെ ഈ ഷേപ്പാണ് വന്നിരിക്കുന്നത്. അതിൽ നിറച്ചിങ്ങനെ സ്റ്റോണുകളാണ്. നല്ല ഭംഗിയുള്ള കമ്മലാണ്. റോസ് ഗോൾഡിൽ വന്നിരിക്കുന്ന കമ്മലാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്, സാധാരണ പോലെ തന്നെ ബാക്ക് സൈഡ്. ഇതും നമുക്ക് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യുന്ന കമ്മലാണ്. പക്ഷെ നമ്മൾ അതിനെ സൂക്ഷിച്ചാൽ മാത്രമാണ് അത് അങ്ങനെ ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 250, 250. ഇനി ലൈഫ് സ്റ്റൈലിൽ തന്നെ ഇതാ വേറൊരു കമ്മലിന്റെ ഷേപ്പ് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് സാധാരണ പോലെ തന്നെ. ഇതും അതേ നമുക്ക് ഒരു ഫംഗ്ഷന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഡിഫറെന്റ് മോഡലിലുള്ള ഒരു കമ്മലാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 210. ഇനി അടുത്തതും ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിന്റെ തന്നെയാണ് കമ്മല്. ഇതൊരു ചെറിയൊരു റിംഗ് ആണ്. ഇങ്ങനെ ഫ്രണ്ടിൽ കാണുന്നിടത്ത് ഇതുപോലെ ചെറിയ ചെറിയ കല്ലുകളാണ് അതിൽ വച്ചിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ചെറിയൊരു റിംഗ് ആണ്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 210. നെക്സ്റ്റ് കമ്മൽ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്മലാണ്. ഇപ്പം ഈ യൂത്ത് കുട്ടികളൊക്കെ ചെറിയ ചെറിയ കമ്മലുകൾ ഇടുന്ന ഒരു കാലല്ലേ, അങ്ങനെ ചെറിയവർക്കും വലിയവർക്കും ഇത് ഉപയോഗിക്കാട്ടോ. ഇത് ചെറിയ കമ്മലാണ്, നല്ല ഭംഗിയാണ്. ഒരെണ്ണത്തില് ഒരു റൂബിയുടെ ഒക്കെ സ്റ്റോൺ ഇരിക്കുന്നത് പോലെ, ഒരെണ്ണത്തില് വൈറ്റ് സ്റ്റോൺ ആണ്. അപ്പൊ രണ്ടിന്റെയും ഈ സ്റ്റഡ് ഇരിക്കുന്നത് ഒരു ചെറിയൊരു റൗണ്ട് ഗോൾഡ് കളറാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 250. ഇതൊക്കെ നല്ല ഭംഗിയുള്ള കമ്മലുകളാട്ടോ. നെക്സ്റ്റ് കമ്മല് കണ്ടോ, ഇത് നമുക്കൊരു ഫംഗ്ഷന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കമ്മലാട്ടോ. ഹാഫ് ആണത്. ഹാഫ് പോർഷനിൽ മുഴുവൻ ഇതുപോലെ സ്റ്റോണുകളാണ്, ഹാഫ് പോർഷൻ പ്ലെയിൻ ആണ്. അവിടെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 160, 160. നെക്സ്റ്റ് കമ്മലുകൾ വന്നിരിക്കുന്നത് ഇതാ പല ഷേപ്പാണ്. ഇപ്പൊ ഇതില് ഒരു സ്ക്വയർ ആണ്, അതിൽ മുഴുവൻ കല്ല്. ഇതിലാണെങ്കിൽ ഇതാ ഒരു റൗണ്ട് ഷേപ്പ്, അതിൽ ഫുള്ളും കല്ല്. ഇതാണെങ്കിൽ 2 ലെയർ ആയിട്ടാണ് ഒരു റിങ് പോലെ കൊടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ഒരു സ്പേഡ് ഹാർട്ടിന്റെ ഒക്കെ ഒരു ഷേപ്പ് എന്ന് പറയാം. ഇങ്ങനെ 4 ഷേപ്പിലാണ് ഈ കമ്മലുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ ഓരോന്നിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 150 രൂപ. 2 റിങ് ആണ് കണ്ടോ, ഒരു 50 പൈസ കോയിന്റെ ഒക്കെ വലിപ്പമുള്ള 2 റിങ് ആണ്. ഇതുപോലെ ഒരു മൾട്ടി കളർ കല്ലുകളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 140. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാൻസിയുടെ വീഡിയോയിൽ ഞാനൊരു ഈ കണ്ണാടി കാണിച്ചിരുന്നു. അപ്പൊ അതില് അന്ന് 3 ഷേപ്പിലുള്ള കണ്ണാടിയായിരുന്നു അന്ന് കാണിച്ചിരുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തത് ഈ മയിലിന്റെ പടമായിട്ടുള്ള ഈ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള കണ്ണാടികളായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ച് പീസുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കിട്ടിയ പീസുകൾ കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, കണ്ണാടി എല്ലാത്തിലും സെയിം സൈസ്, സെയിം ഡൈമെൻഷൻ എല്ലാം ആണ്. ഇതിന്റെ പുറത്തുള്ള ഈ മയിലിന്റെ പടത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ മയിലിനെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് ഉണ്ടാവില്ല. മയിലിന്റെ പടങ്ങള് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ സാധനം എല്ലാം സെയിം ആണ്, ഇതുപോലെയാണ്. അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്നതിലത്തെ ഡിസൈനുകൾ ഇങ്ങനെയാണ്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 150 രൂപ. അപ്പൊ ഇന്ന് ഈ കാണിച്ച ഫാൻസിയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.